വിശ്വാസവും ശ്വാസവും ഒരുപോലെയാണ്. ഒരിക്കൽ നിലച്ചാൽ പിന്നെ അതിന് ജീവനുണ്ടാകില്ല. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി തന്നെ നിർത്തണം. അല്ലാതെ വീണ്ടും നമ്മളിലേക്ക് തന്നെ അടുപ്പിച്ചാൽ അത് നമ്മുടെ നാശത്തിനല്ലാതെ വേറെ ഒന്നിനും വഴിവെക്കില്ല. അവഗണനയും പരിഗണനയും തിരിച്ചറിയുന്ന നിമിഷം നമുക്ക് നമ്മുടെ വില കൃത്യമായി മനസ്സിലാവും. ഇഷ്ടങ്ങളെ പിന്തുടരുക. തീർച്ചയായും അവ ഒരിക്കൽ നിങ്ങളുടെ നഷ്ടങ്ങളെ മറികടക്കും. 1000 പാഠപുസ്തകങ്ങളിൽ നിന്നും 10,000 പാഠങ്ങൾ പഠിച്ചാലും സ്വന്തം ജീവിതത്തിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളെക്കാൾ മികച്ചതാവില്ല അവയൊന്നും. നമ്മുടെ മനസ്സിൽ നമ്മുടേതായ ശരികൾ ഉണ്ടാകും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ അവർക്കും ഉണ്ടാകണം. മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ശത്രുത ഗൗനിക്കേണ്ടതില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജീവിക്കാൻ ആർക്കും കഴിയില്ല. ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ് വിശ്വാസം. നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുന്നു. നഷ്ടപ്പെടുത്താൻ ചില നിമിഷങ്ങൾ മാത്രം മതി. എത്ര നന്നായി വണ്ടി വലിച്ചാലും കുതിരയ്ക്ക് അടി ഉറപ്പാണ്. സമാന രീതിയിൽ എത്ര നന്നായി ജീവിച്ചാലും വിമർശനങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. തെറ്റ് മാത്രം കാണുകയും കുറ്റം പറയുകയും ചെയ്യുന്നതിന്റെ അടിസ്ഥാനം അസൂയയാണ്. എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത പരാജയത്തിലേക്കും ഇനി ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്കും നയിക്കും. സ്നേഹം ആണെങ്കിലും ബഹുമാനമാണെങ്കിലും സൗഹൃദം ആണെങ്കിലും ആരിൽ നിന്നും പിടിച്ചു വാങ്ങുമ്പോഴല്ല, അവർ മനസ്സറിഞ്ഞ് നൽകുമ്പോഴാണ് മനോഹരമാകുന്നത്. നിങ്ങളുടെ കുറവുകളെ കുറിച്ച് നിങ്ങളോട് തുറന്നു പറയാൻ മടിക്കുന്ന ഒരു സുഹൃത്തിനെ വിശ്വസിക്കരുത്. നമ്മുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്കേ കഴിയൂ. അതുകൊണ്ടാകാം മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത്. ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ അസ്വസ്ഥരാകരുത്. കാരണം ഇവരാണ് നിങ്ങളെ എങ്ങനെ ചാടണമെന്ന് പഠിപ്പിക്കുന്നത്. തകർന്ന ഹൃദയവും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള ഒരു വ്യക്തിയേക്കാൾ ശക്തനായ മറ്റൊന്നില്ല. തുടർച്ചയായി അവഗണിച്ചാൽ ഏതൊരു ദൃഢബന്ധവും പതിയെ പതിയെ നശിക്കും. കാരണം അവഗണനയ്ക്ക് നാശത്തിന്റെ ഭാവമാണ്. ജീവിതം നിറം മങ്ങുമ്പോൾ ആരൊക്കെയോ നമുക്ക് സമ്മാനിക്കാറുള്ള നിറക്കൂട്ടുകളാണ് പ്രതീക്ഷകൾ. ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നല്ലത് കണ്ടെത്താൻ മനസ്സിനെ പരിശീലിപ്പിക്കുക. ആരിൽ നിന്നും അധികമൊന്നും പ്രതീക്ഷിക്കരുത്. പ്രതീക്ഷയുടെ അളവ് കൂടുമ്പോഴാണ് വേദനയുടെ ആഴമേറുന്നത്. പലതും നമുക്ക് മറക്കാൻ പറ്റും. എന്നാൽ ചിരിച്ച മുഖത്തോടെ ചതിച്ചവരെ ഒരിക്കലും മറക്കരുത്. ശ്വാസം നമ്മുടെ ജീവനും വിശ്വാസം നമ്മുടെ ജീവിതവും നിലനിർത്തുന്നു. ശ്വാസവും വിശ്വാസവും ഒരുപോലെയാണ്. ഒരിക്കൽ അത് നഷ്ടപ്പെട്ടാൽ പിന്നീട് അതിനെ തിരിച്ചു കിട്ടില്ല, എത്ര കാലം കഴിഞ്ഞാലും. ഒരുമയിൽ നിന്നിരുന്ന ഇടങ്ങളിൽ സ്വരച്ചേർച്ചയില്ലെങ്കിൽ അവിടെ നിന്നും ഒഴിഞ്ഞു മാറാൻ തയ്യാറെടുക്കുക. ഇല്ലെങ്കിൽ തീരാ വേദനയായി തീരുമത്. പടപ്പുകളുടെ സ്നേഹത്തിനു വേണ്ടി ഒരിക്കലും യാചിക്കരുത്. അത് ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതാകും. പടച്ചവന്റെ സ്നേഹത്തിനു വേണ്ടി യാചിച്ചു കൊണ്ടിരിക്കണം. എന്നും നിലനിൽക്കുന്നു ആ സ്നേഹം. ഒരു കയ്യകലം എന്തിനോടും എന്തുകൊണ്ടും നല്ലതാണ്. നോവാതിരിക്കാനും നോവിക്കാതിരിക്കാനും. എത്ര ആത്മാർത്ഥമായി നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ബുദ്ധിമുട്ടിയാലും നിങ്ങൾക്ക് ഒരു വിലയും കിട്ടുന്നില്ലേ? എല്ലായിടത്തും നിങ്ങൾക്ക് കിട്ടുന്നത് പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും മാത്രമാണോ? ഇതിനെയൊക്കെ എങ്ങനെ നേരിടണമെന്നും മറ്റുള്ളവരുടെ ഇത്തരം പെരുമാറ്റങ്ങൾ നിങ്ങളെ സങ്കടപ്പെടുത്തുന്നതിന്റെ കാരണവും എന്താണെന്ന് അറിയാമോ? നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല എന്നതുകൊണ്ട്, നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കാത്തതുകൊണ്ട്, നിങ്ങൾക്കു വേണ്ടി ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട്. പലരും പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് വിജയിക്കണമെന്ന്. ഒത്തിരി ആഗ്രഹമുണ്ട്. എന്റെ വീട്ടുകാർ അതിന് സമ്മതിക്കുന്നില്ല. അത് കാരണം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല.
ചുറ്റുപാടുകൾ കളിയാക്കുന്നു എന്നൊക്കെ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ടി ഒന്നിനും ശ്രമിച്ചിട്ടില്ല എന്നതാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. അടുപ്പമുള്ളവരുടെ സപ്പോർട്ടും നല്ല വാക്കുകളും പ്രതീക്ഷിച്ച് നിങ്ങൾ കാത്തിരിക്കരുത്. നീ എന്തിലെങ്കിലും ഒന്നിൽ വിജയിക്കൂ, നല്ല രീതിയിൽ വിജയിച്ചു കാണിക്കൂ, ഇങ്ങനെ നിങ്ങളോട് പറയാൻ ആരും കാണില്ല എന്ന സത്യം മനസ്സിലാക്കണം. നിങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് നിങ്ങളെ എങ്ങനെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന് ആദ്യം ചിന്തിക്കുക. നിങ്ങൾ ആദ്യമായി ഒരു കാര്യത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ പരിഹാസം മാത്രമായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. അത് കേട്ടുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പിന്മാറരുത്. മറ്റുള്ളവർ നിങ്ങളെ പരിഹസിക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ പഴയ പ്രവൃത്തിയിലൂടെ അവർ നിങ്ങളെ നോക്കിക്കാണുന്നു എന്നതാണ്. സത്യത്തിൽ നിങ്ങളുടെ ഉള്ളിലെ കഴിവ് അക്കൂട്ടർക്കറിയില്ല. അത് നിങ്ങൾ വേണം അത്തരം ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ. ഒരു കാര്യം മാത്രം എപ്പോഴും ഓർക്കുക, എന്റെ കഴിവിലൂടെ എന്നെ ഞാൻ വിജയിപ്പിക്കും എന്ന ചിന്ത. അതിനുവേണ്ടി നിങ്ങളുടെ നല്ല സമയങ്ങൾ മാറ്റിവെക്കേണ്ടതായി വരാം. ചുറ്റുപാടുകൾ നിങ്ങൾ നേടാൻ പോകുന്ന കാര്യങ്ങൾ കണ്ടും കേട്ടും ഉറക്കെ ചിരിച്ചെന്നു വരാം. നിങ്ങളുടെ മുന്നിൽ അവർ ചിരിക്കട്ടെ. അവരുടെ ആ ചിരിയുടെ അന്ത്യത്തിൽ മനസ്സ് തുറന്ന് നിങ്ങൾക്ക് ചിരിക്കാനുള്ള അവസരം നിങ്ങൾ തന്നെ സൃഷ്ടിച്ചെടുക്കണം. മനസ്സിലാക്കുക, ഒരു ജീവിതത്തിൽ വെറുതെ കളഞ്ഞ നിങ്ങളുടെ സമയങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ മനസ്സിനെ തളരാൻ നിങ്ങൾ അനുവദിക്കരുത്. എവിടെയാണോ നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിച്ചത് അവിടെ മറ്റെല്ലാ പ്രതിസന്ധികളും മറികടന്ന് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും നിങ്ങൾ തോൽക്കരുത്. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക. സ്വന്തമായി ഒരു അഭിപ്രായമുള്ള ആൾ ആയി മാറുക. ആരെയും അറിഞ്ഞുകൊണ്ട് ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കരുത്. പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ മാത്രം പ്രതികരിക്കുക. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ഒരു സത്യമുണ്ടായിരിക്കണം. ഒറ്റയ്ക്ക് പൊരുതുക, ഒറ്റയ്ക്ക് നേടിയെടുക്കുക.